സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി യശോദേനും കുട്ടി അടുക്കള ഭാഗത്തേക്ക് വരിക. എന്നിട്ട് വരുണിൻ്റെ അധികം കൂടി സംസാരിക്കുന്നത് യശോദക്ക് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. ആ കാഴ്ച കണ്ട് കണ്ണുകൾ വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് യശോദ. ഈ സമയം വരണാണെങ്കിൽ രാധിക നിർബന്ധിച്ചുകൊണ്ടിരിക്കണേ, ദേ താനൊരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, ഇന്നത്തോടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തീരുമാനം ഉണ്ടാക്കും. ആ സമയം രാധിക പറയണേ, വരുൺ ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, വരുൺ ഇപ്പോൾ ഇവിടുന്ന് പോവും, ഞാൻ നാളെ വൈകിട്ട് അമ്പലത്തിന് അങ്ങോട്ടേക്ക് വരാം, അവിടെ വെച്ച് സംസാരിക്കാം. ആ സമയം വരുൺ പറയണേ, ഇല്ല താൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക, എനിക്ക് ഇന്ന് രണ്ടിലൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. അന്നേരം രാധിക പറയണേ, വരുൺ ഞാൻ പറയുന്നത് ദയവ് ചെയ്തൊന്ന് കേൾക്ക്, എനിക്ക് ഇനി ഇങ്ങനെ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഞാൻ ജീവനോടിരിക്കില്ല. രാധിക താൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വരുൺ ഇപ്പോൾ ഒന്ന് പോവും. ശരി ഞാനിപ്പോൾ പോകാം, പക്ഷേ നാളെ നമുക്ക് കാണണം, എനിക്ക് തന്നോട് സംസാരിക്കണം. ശരി ഞാൻ വന്നോളാം. അങ്ങനെ രാധികയുടെ യാത്രയൊക്കെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ടെൻഷനോടുകൂടി രാധിക പിന്നാമ്പറ വാതിൽ വഴി അകത്തേക്ക് കയറുവാണ്. ഈ സമയത്ത് ലൈറ്റ് ഇട്ടിട്ട് മുത്തശ്ശിയും അമ്മയും കൂടി രാധികയുടെ മുമ്പിലേക്ക് വരുവാണ്. അങ്ങനെ അവരെ കണ്ട് പേടിച്ച് വരച്ച് നിൽക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം യശോദ വന്ന് രാധികയുടെ കരണത്തിട്ടൊന്ന് കൊടുക്കുക. എന്നിട്ട് യശോദ ദേഷ്യത്തിൽ ചോദിക്കണേ, ഇറങ്ങി പോകായിരുന്നില്ലേ നിനക്ക്, എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഈ സമയം മുത്തശ്ശി പറയണേ, ഇവൾ വിളിച്ചു വരുത്തിയത് തന്നെയാ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവളായിരുന്നല്ലോ ഇത്രയും നാൾ നീ, ഇപ്പോൾ നീ കഷ്ടപ്പെടുന്നുണ്ട്, അത് ഈ കുടുംബത്തിൻ്റെ അന്തസ്സില്ലാതാക്കാനാ. ഈ സമയം ദേവൻ യശോദയൊന്നും വിളിച്ച് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ദേവൻ ചോദിക്കണേ, എന്താ ഇവിടെ? ഈ സമയം രാധിക കണക്ക് തുടക്കുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, ഒന്നുമില്ല, ഇവള് ഇന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചോർത്ത് ആകെ സങ്കടത്തിലിരിക്കുവാണല്ലോ. റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ഇവളവിടെ കാണുന്നില്ല, വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ പുറത്തിറങ്ങി സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും ഇവളെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചു. യശോദേ ദേവനെയും കൂട്ടി റൂമിലേക്ക് വെക്കോ. ദേവ നീ പേടിക്കൊന്നും വേണ്ട, ഇവൾ ഉപദ്രവിക്കാനൊന്നുമല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തൊണ്ടയെ പഴുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഇറക്കിയല്ലേ പറ്റൂ. അങ്ങനെ ദേവനും യശോദയും കൂടി റൂമിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി രാധികയെ ഭീഷണിപ്പെടുത്തുവാണ്. അതെ നിന്നെ രക്ഷിക്കാനൊന്നുമല്ല ഞാൻ അവന് മുമ്പിൽ കള്ളം പറഞ്ഞത്, എൻ്റെ മോൻ വീണ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആറ്റുവാശ്ശേരി കുടുംബവുമായിട്ട് നിനക്കിനി യാതൊരു ബന്ധവും ഇല്ല, നാളെ നേരം വിളിക്കുമ്പോൾ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത്. ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയതിനോട് അല്പം ദയെങ്കിലും ഉണ്ടെങ്കിൽ നീ ഞാൻ പറഞ്ഞത് കേൾക്കണം, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോണം. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം രാധിക സങ്കടത്തോടെ റൂമിലേക്ക് ചെല്ലുവാണ്. അവിടെ വെച്ച് യശോദ രാധികയുടെ കരണത്തിട്ടടിച്ചതും പിന്നീട് യശോദയും മുത്തശ്ശിയും പറഞ്ഞ വാക്കുകളും ഒക്കെ ഓർക്കുവാണ് കേട്ടോ. അങ്ങനെ വീട് വിട്ടിറങ്ങാൻ തന്നെ രാധിക തീരുമാനിക്കുവാണ്. ബാഗെടുത്ത് ഡ്രസ്സെല്ലാം ബാഗിലാക്കിയിട്ട് രാധിക നേരെ ചെല്ലുന്നത് അച്ഛൻ്റെയും അമ്മയുടെ റൂമിലേക്കാണ്. അവിടെ രണ്ടാളും നല്ല ഉറക്കത്തിലായിരിക്കും. ഭാഗ്യക്കേടിൻ്റെ ഒരു കൂടാരമാണ് ഞാൻ, അല്ലെങ്കിൽ എന്നെ ഇത്ര സ്നേഹിക്കുന്ന നിങ്ങളേക്ക് വിട്ട് എനിക്കിങ്ങനെ പോകേണ്ടി വരേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. വഴി കിടന്ന പിഞ്ചു കുഞ്ഞായ എന്നെ ഇത്ര എടുത്ത് വളർത്തി വലുതാക്കി, അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ കാരണം ആരും കരയരുത്, വേദനിക്കരുത്, ഞാൻ ഇറങ്ങുക എന്നേക്കുമായിട്ട്. പ്രിയങ്കയുടെ ജീവിതത്തിന് ഞാൻ കാരണം ഒരു പ്രശ്നവും വരില്ല. അങ്ങനെ പറഞ്ഞ രാധിക അവർക്ക് മുമ്പിലെ കൈകളിങ്ങനെ കൂപ്പിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് അമ്മയുടെ കാലിൽ പിടിക്കാനായിട്ട് കൈ നീട്ടി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ യശോദ തൻ്റെ കവളി തല്ലിയ കാര്യം ഓർക്കുക. അതോർത്തിട്ട് രാധിക സങ്കടത്തോടെ യശോദയുടെ മുഖത്തേക്ക് നോക്കുക. പിന്നീട് അച്ഛൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയിട്ട് രാധിക ബാഗുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. എന്നിട്ട് ഒരു നിമിഷം രാധിക ഒന്ന് ആലോചിക്കുക, ഈ വീട്ടിലേക്ക് ഒന്നും ഇല്ലാതല്ലേ ഞാൻ കയറി വന്നത്, തിരിച്ചു പോകുമ്പോഴും അതേപോലെ പോയാൽ മതി. അങ്ങനെ പറഞ്ഞ് അകത്തേക്ക് കയറി രാധികയുടെ കയ്യിലിടുന്ന ബാഗ് വാതിലിൻ്റെ പിന്നിൽ കൊണ്ടുപോയി വെക്കുവാണ്. എന്നിട്ട് കൈയും വീശി തന്നെ രാധിക അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നേരെ അമ്പലത്തിലേക്ക് എത്തുന്ന രാധികേനെയാണ്. അങ്ങനെ അമ്പലത്തിലെത്തി നടയുടെ മുമ്പിലെ കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് രാധിക പറയുവാണ്, ഭഗവാനെ ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തിടം, ഉപേക്ഷിക്കാൻ ഇഷ്ടമല്ലാത്തവർ എല്ലാവരെയും വിട്ട് ഞാൻ പോകുവാണ്. ഇനി ഒരിക്കലും ഈ നടയിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഭഗവാനെ എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തരാം. അങ്ങനെ കണ്ണീരോടെ കണ്ണടച്ച് പ്രാർത്ഥിക്കോട്ടെ രാധിക. ഈ സമയത്ത് എന്ന് പറഞ്ഞ് രച്ചേക്കുവാണ്. അങ്ങനെ രാധിക ചുറ്റുമെല്ലാം തിരിഞ്ഞു നോക്കുവാണ് കേട്ടോ. ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന കൃഷ്ണനെ കാണുന്നത്. ഭഗവാൻ കൃഷ്ണനെ കണ്ട് രാധിക ഒരു നിമിഷം അമ്പരന്ന് നിൽക്കുക. എന്നിട്ട് കൈകൾ കൂപ്പിക്കൊണ്ട് കൃഷ്ണൻ്റെ മുമ്പിൽ നിൽക്കുക. ആ സമയം കൃഷ്ണൻ പറയണേ, പ്രിയപ്പെട്ടവരെ ആരെയും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല, ഈ നടയിൽ നിന്ന് അങ്ങനെ പോകാനും പറ്റില്ല, പിന്നെ എന്തു ചെയ്യും ഞാൻ എന്ന് രാധിക ചോദിക്കുക. ആ സമയം കൃഷ്ണൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാഞ്ഞു പോകുവാണ് കേട്ടോ. എന്നിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുക. അങ്ങനെ രാധിക അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുക. അന്നേരം കൃഷ്ണൻ പറയണേ, തെറ്റിദ്ധാരണയല്ലേ എല്ലാം, അത് നീങ്ങാനായിട്ട് അതിൻ്റെതായിട്ട് ആവശ്യമുള്ള സമയം എടുക്കുകയും ചെയ്യും, തിടുക്കം കൂടുതൽ ആപത്തുകൾ ഉണ്ടാക്കിയുള്ളൂ. അന്നേരം രാധിക പറയണേ, പക്ഷെ വയ്യ, എത്ര നാളിങ്ങനെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചു കൂട്ടും. അന്നേരം കൃഷ്ണൻ മറുപടി കൊടുക്കുക, ഏത് ജന്മത്തിലും ദുർഘടമായ പാതകൾ കടക്കേണ്ടതുണ്ട്,
അത് കടക്കാതെ വേറെ നിവൃത്തിയില്ല. അത്തരം പാതകളിലൂടെ നാമും കടന്നുപോയിട്ടില്ലേ? അതറിഞ്ഞൂടെ? അന്നേരം രാധിക പറയണേ, ഭഗവാൻ പ്രപഞ്ചത്തിന്റെ നാഥന, എതിരെ വരുന്നതെല്ലാം ഭഗവാന്റെ ശിരസിലൂടെ പുഷ്പങ്ങളായിട്ട് വീഴും. പക്ഷെ ഞാനൊരു സാധാ മനുഷ്യജന്മല്ലേ. അന്നേരം കൃഷ്ണൻ ചിരിച്ചോണ്ട് പറയണേ, അതാരും അറിഞ്ഞു? ശുദ്ധമായ മനസ്സും നല്ല ഹൃദയമുള്ള ഒരാൾ ദൈവത്തിന്റെ പ്രതിരൂപം തന്നെയാ. കുറച്ചു നാൾ കഷ്ടപ്പെടേണ്ടി വന്നാലും ആ നന്മയും ശുദ്ധിയും ദൈവം കണ്ടില്ലാന്ന് നടക്കില്ല. അങ്ങനെ പരീക്ഷിക്കുകയാണോ കൃഷ്ണ എന്ന് രാധിക ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയണേ, പരീക്ഷണങ്ങളെല്ലാം താണ്ടിയവരെ ദൈവം അനുഗ്രഹിച്ച് കയ്യിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകും. അത് തന്നെയല്ലേ ഇയാളും ആഗ്രഹിക്കുന്നത്. അന്നേരം കൃഷ്ണൻ പറയുവാണ്, എങ്കിൽ വിശ്വസിക്കുക, മായക്കാഴ്ചകൾ കുറേ വരാനുണ്ട്, അതിലൊന്നും വീണു പോകരുത്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക അവിടെ എല്ലാം ഇങ്ങനെ തിരഞ്ഞു നടക്കുവാണ്. പെട്ടെന്ന് തന്നെ രാധികയ്ക്ക് ഒരു ബോധക്ഷയം ഉണ്ടാകുകയും അവിടെ നടയിൽ തന്നെ ബോധം പറഞ്ഞ് വീണ് കിടക്കുകയാണ് രാധിക. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ യശോദ റൂമിലും വീടിൻ്റെ ചുറ്റുമെല്ലാം രാധിക അന്വേഷിച്ച് നടക്കുവാണ്. മോളെ രാധിക എന്നും പറഞ്ഞ് അവിടെ എല്ലാം വിളിച്ച് രാധിക അന്വേഷിക്കുവാണ് കേട്ടോ. അങ്ങനെ രാധിക വീട്ടിലില്ലെന്ന് മനസ്സിലാക്കി യശോദ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ഓടിച്ചെല്ലുക. ഈ സമയം റൂമിലെ മുത്തശ്ശി ജപിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം യശോദ പറയണേ, അമ്മേ രാധികയെ കാണാനില്ല, റൂമിലെല്ലാം ചെന്ന് നോക്കി, അവിടെ എങ്ങും അവളില്ല. ഈ സമയം ദേവൻ യശോദയെന്നും പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, അതെ ദേവനോട് ഇപ്പോൾ ഒന്നും പറയണ്ട, ദേവൻ അമ്പലത്തിലേക്ക് പോട്ടെ. അങ്ങനെ യശോദ ഓടി ദേവൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ. എന്നിട്ട് അമ്പലത്തേക്ക് കൊണ്ടുപോകാനുള്ള സഞ്ചിയൊക്കെ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം ദേവൻ ചോദിക്കണേ, അല്ല രാധിക എവിടെ? അവൾ എണീറ്റിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ, എപ്പോഴും അവളാണല്ലോ കണിയായിട്ട് മുമ്പിലേക്ക് വരാറ്. അവൾ ഉറങ്ങുമായിരിക്കും ദേവേട്ട, ഇന്നലെ ഒരുപാട് വൈകിയല്ലോ ഉറങ്ങിയത്, അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. എന്നാലും മോളെ കാണാതെ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ റൂമിൽ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ആ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാം. ദേവ, നീ അമ്പലത്തിലേക്ക് പുറപ്പെട്ടല്ലേ, നീ സമയം കളയാതെ അങ്ങോട്ട് ചെല്ല്. ഇനി അവളെ വിളിച്ചു നിർത്തിയാലും അവൾ കരച്ചിൽ തന്നെ ആയിരിക്കുമല്ലോ. അന്നേരം ദേവൻ പറയണേ, എന്താണെങ്കിലും അവളെ ആരും ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കാൻ നിൽക്കണ്ട, ഞാനെന്നാൽ അമ്പലത്തിൽ പോയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ദേവൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം യശോദ അമ്മയുടെ ടെൻഷനോട് പറയണേ, എന്നാലും രാധിക ഇവിടെ പോയതായിരിക്കും അമ്മേ. അന്നേരം മുത്തശ്ശി അവിടെ വാതിലിൻ്റെ പിന്നിരിക്കുന്ന ആ ബാഗ് കാണുവാണ് കേട്ടോ. നീ അങ്ങോട്ടൊന്ന് നോക്കിയേ എന്നും പറഞ്ഞ് അത് ചൂണ്ടിക്കാണിക്കുവാണ് മുത്തശ്ശി. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്